എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രഞ്ച് ടോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പാണ് ചേർക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണമെന്നില്ല, സാധാരണ പഞ്ചസാര ചേർത്താലും മതിയാകും. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് 1/2 കപ്പ് പാലാണ്. പാല് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു മധുരം മതിയാവില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാനിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഇനി നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബട്ടർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ ബേൺ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ഈ പാലിൻ്റെയും മുട്ടയുടെയും മിക്സിലേക്ക് 2 വശവും ഒന്ന് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മുക്കിയെടുക്കണം. ഒരുപാട് സമയം ഈ മിക്സിൽ ഇങ്ങനെ മുക്കി വെക്കരുത്. 2 വശവും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ പാനിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ വാനില എസൻസിന് പകരം സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി. സിനമൺ പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരല്പം ബട്ടർ ഇങ്ങനെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ അടിവശവും നല്ലതുപോലെ ഒന്ന് ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ 2 ബ്രെഡ് സ്ലൈസസിന് മുകളിലായിട്ട് അല്പം ബട്ടർ ഒന്ന് പുരട്ടിയ ശേഷം ഇതൊന്ന് തിരിച്ചിടുകയാണ്. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ 2 വശവും ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ചധികം പഞ്ചസാരയൊക്കെ ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ എങ്കിലും പഞ്ചസാര ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി അടുത്ത ബ്രെഡ് സ്ലൈസ് ഇതിൽ വെക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം ഓയിൽ ചേർത്താൽ മതിയാകും. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം ബട്ടറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ തീയിൽ വെച്ചിട്ട് അതുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. സാധാരണയായിട്ട് ഈ ഫ്രഞ്ച് ടോസ്റ്റിന് മുകളിലായിട്ട് അല്പം മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ തേനൊന്ന് ഡ്രിസിൽ ചെയ്തിട്ടാണ് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്